ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. എല്ലാ കൂട്ടുകാർക്കും എമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു മുറം നിറച്ച് ചേമ്പ് ഇലയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ 10 ഇല കറി കഴിക്കണം എന്ന് പറയും. 10 ഇലയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇലകൾ കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. നല്ല തളിര് ചേമ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചേമ്പില കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കർക്കിടക ആയതുകൊണ്ട് നമുക്ക് ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓരോ ഇലകൾ കൊണ്ട് ഓരോ ദിവസം ഓരോ വിഭവം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ചേമ്പില കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഈ ഇല നല്ലതുപോലെ കഴുകി ചെറുതാക്കി മുറിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് ചെറുതാക്കൊന്നും വേണ്ട, നമ്മൾ കുക്കറിൽ വേവിക്കാനാണ്. അതുകൊണ്ടൊരു മീഡിയം മുറിച്ചെടുത്താൽ മതി. ചേമ്പില നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പരിപ്പ്, സാമ്പാർ പരിപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വേവിക്കണം. ഈ ചേമ്പിൻ്റെ ഇലയുടെ കൂടെ നമ്മൾ ഒരു 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 4 അല്ലി വെള്ളുള്ളി, പച്ചമുളക് ചേർക്കാം. ആവി വരുമ്പോൾ വിസിലിട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒരു 5-6 വിസിൽ അടുപ്പിക്കണം. നന്നായി വേവണം. വിസിലിട്ടിട്ട് വെന്ത് വരട്ടെ. അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചേമ്പിലയും പരിപ്പും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 2 അല്ലി വെള്ളുള്ളിയും 2 നല്ല എരിവുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടോല കൊണ്ട് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കാം ഒന്നും കൂടെ, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടായാലും മതി. ഉടച്ച ശേഷം നമുക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി പിഴിഞ്ഞ് ആ വെള്ളം നമുക്ക് ചേർക്കണം. കാരണം ഇതിൽ ചെറിയൊരു ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ചേമ്പിൻ്റെ ഇലയല്ലേ. അപ്പോൾ നമ്മൾ വെറും പച്ച വെളിച്ചെണ്ണ ചേർത്താലും ചിലപ്പോൾ ഒരു ചെറിയ ചൊറിച്ചിൽ വരാം. അതുകൊണ്ട് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, വാളം പുളി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയേ വേണ്ടൂ. നെല്ലിക്ക വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നെല്ലിക്ക അത്രയേ വേണ്ടൂ. ഈ പുളി നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് താളിച്ച് കൊടുക്കാനുണ്ട്. പുളിവെള്ളം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. താളിക്കണം. അടുപ്പത്ത് വെച്ച് കറി ഒന്ന് തിളപ്പിക്കാം. പുളി ചേർത്തത് കൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പോഷക സമൃദ്ധമായ ഒരു ഇലയാണ് ചേമ്പില. എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഒന്നും കൂടി പറയണമെന്ന് മാത്രം. നമ്മുടെ ഈ പഴയ നാടൻ കറികളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ, കൂട്ടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അതെല്ലാവരും ചെയ്യണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളയ്ക്കുന്നുണ്ട്. പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച ശേഷം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട്
ചെറിയുള്ളിയും പകുതി സവാളയും കൂടി ചേർത്ത് ചെറുതായി അരിഞ്ഞ് 2 വെള്ളുള്ളി അല്ലിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യത്തിനുള്ളത് ചേർക്കാം. നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഏത് എണ്ണയും വേണ്ട. വെളിച്ചെണ്ണയാണ് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നല്ലതുപോലെ മൂത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ചേമ്പില കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കറി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ചേമ്പില കറി തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ ബൈ.